ഒന്നിങ്ങനെ കൈ ഇങ്ങനെ ഞൊടിക്കുമ്പോഴേക്കും എങ്ങനെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാവണേ എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം 2 സൈഡ് ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റൂമിൽ ഇങ്ങനെ ഒരു വാളിലാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് 2 സൈഡ് ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഡിസൈൻ ഉണ്ടാവില്ല നമ്മളെ ട്രീൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ. അപ്പം അങ്ങനെ സിമ്പിളായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഈ ഐറ്റംസ് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ. ഇതിന് ഒരു വലിയ ഗ്രീൻ കളർ ഉണ്ടാവുമല്ലോ പേപ്പർ, അതിന് വന്നിട്ട് 25 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഒരു ലൈറ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു, ആ ലൈറ്റിന് ഒരു 80 രൂപയുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്രിസ്മസ് ട്രീ ആണിത്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെന്ന് വെച്ചാൽ അവർക്ക് കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വിട്ടിട്ട് ഒട്ടിച്ചു. പിന്നെ വിചാരിച്ചു എന്നാൽ ശരി അടുപ്പിച്ച് ഒട്ടിക്കുക, അപ്പോഴായിരിക്കും ഒന്നും കൂടി വൃത്തി ഉണ്ടാവുക വിചാരിച്ചു. ശരിക്കും ഒട്ടിക്കുമ്പോൾ തന്നെയായിരുന്നു കേട്ടോ വൃത്തി. ഇതിപ്പോൾ എൻ്റെ ഒരു മണ്ടത്തരത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയി. എന്തായാലും ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്, കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അങ്ങനെ 2 സൈഡ് ടേപ്പ് എല്ലാവരുടെയും നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധനം ഞാൻ ഇന്നലെ മേടിച്ച് വെച്ചത് കൊണ്ട് 2 സൈഡ് ടേപ്പിൻ്റെ ഒക്കെ പണി പോയിട്ടുണ്ടായിരുന്നു. ഉണ്ണി അതൊക്കെ കളിച്ച് ആകെ കേടാക്കി കേട്ടോ. ഇങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ടേപ്പൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കേട്ടോ. അങ്ങനെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്, ചെറുതായിട്ട് ഒരു ചെറിയ സ്റ്റാറാണ്. ക്രിസ്മസ് ഒക്കെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യണതല്ലേ, പക്ഷെ ചിലർക്ക് മാത്രമുണ്ട് ഒരു കാസ്റ്റുകാർ മാത്രം സെലിബ്രേറ്റ് ചെയ്യണതാന്നൊക്കെ. എനിക്ക് പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ, ഞാൻ എല്ലാം സെലിബ്രേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ ആണെങ്കിലും എല്ലാവരെയും തമിഴരെയൊക്കെ ആണെച്ചാലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാ ഡേയിലും എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി അതൊക്കെ ഞാൻ നോക്കിയിട്ട് അതേപോലെ ഇപ്പോൾ വല്ലതും കുക്കിംഗ് ഒക്കെ ആണെച്ചാൽ അങ്ങനെ ചെയ്യും, എല്ലാം ചെയ്യും കേട്ടോ. ഇപ്പോൾ പൊങ്കൽ അതിനൊക്കെ നല്ല ഇഷ്ടമാണ് എനിക്ക് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രാവശ്യം പൊങ്കലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെന്നൈയിലായിരുന്നപ്പോൾ അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു. ഈ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ണിക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന് തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പൊങ്കലിൻ്റെ ദിവസം. പിന്നെ ഞാൻ ഇത് മേടിച്ചതിൻ്റെ കൂടെ കുറച്ച് ഇങ്ങനെ പുൽക്കൂടും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കുഞ്ഞേശു അങ്ങനെ എല്ലാം യേശുവിനെയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പുൽക്കൂടൊന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയില്ല, പെട്ടെന്ന് ഉദിച്ചതാണ് ഇങ്ങനൊരു ട്രീ ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഇത് അങ്ങോട്ട് വേഗം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ 2 സൈഡ് ടേപ്പ് വീട്ടിലുണ്ടായിരുന്നു, അപ്പം അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ കുറച്ച് അടുപ്പിച്ച് വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയായത്. പിന്നെ ഇതിൻ്റെ അടിഭാഗമൊന്നും ശ്രദ്ധിക്കരുത് കേട്ടോ, അത് ഇങ്ങനെ ബാത്റൂം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് വെള്ളം ഇറങ്ങിയിട്ട് ചുമരൊക്കെ അങ്ങോട്ട് നാശമായി കേട്ടോ. അങ്ങനെ നമ്മളുടെ ഒരു സാധാ ഒരു ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ അനിയൻ കുറച്ച് ലൈറ്റും കൂടി മേടിച്ചെന്നുണ്ടായിരുന്നു, LED ലൈറ്റ്. അതിന് ഒരു 80 റുപ്പീസ് ആയിട്ടോ. പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഗ്ലിറ്റർ പോലത്തെ പേപ്പർ, അതിന് ഒരു 25 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ മൊത്തം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു ക്രിസ്മസ് ട്രീ ആണ്. അപ്പം അതും കൂടി ഞാനൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 സൈഡ് ടേപ്പിൽ ഇത് ഒട്ടിച്ചതിന് ശേഷം പിന്നെ LED ലൈറ്റ് ഒട്ടിക്കാൻ അതിൽ സ്റ്റിക്കാവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുറച്ച് സെല്ലോ ടാപ്പും കൂടി വെച്ചിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു. നല്ല വൃത്തിയിൽ എല്ലാം തികഞ്ഞു കേട്ടോ. ഒരു ട്രീൻ്റെ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് സൈഡൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നല്ല ഭംഗിയാക്കി കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ അനിയനും അനിയത്തീനൊക്കെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞത് ഇതെന്താ അത് വല്ല മലമ്പാമ്പ് ചൂണ്ട് കിടക്കണ പോലെ ഉണ്ടല്ലോ പറഞ്ഞു കേട്ടോ. കാരണം അതങ്ങോട്ട് ചെയ്തത് അങ്ങോട്ട് ശരിയായില്ല. എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യല്ലേ, ഇനി എന്തായാലും അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ശരിയാക്കാം. ഇങ്ങനെ എല്ലാവരുടെയും സെല്ലോ ടാപ്പൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം അങ്ങനെ കാണുമ്പോൾ ലുക്കില്ലെങ്കിലും നമ്മൾ രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിടുമ്പോൾ ഭയങ്കര അത് നോക്കിക്കൊണ്ട് കിടക്കാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസത്തിൽ ഞാൻ എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഉണ്ണിക്കൊരു സർപ്രൈസ് പോലെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. ഇപ്പോൾ ഉണ്ണി കാണുന്നില്ല ഞാൻ അതൊന്നും ചെയ്യണതൊക്കെ അവന് വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ. അതൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോന്നൊക്കെ ചെയ്യണം. അപ്പോൾ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയി അവൻ ഇത് കണ്ടപ്പോൾ. ഞാൻ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. പെട്ടെന്ന് രാത്രി ഉദിച്ച ഒരു ബുദ്ധിയാണ്. അപ്പം അങ്ങനെ ഇത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ണിക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ അനിയനും അനിയത്തിക്കും വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ട്, അതും കൂടി ഞാൻ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങളുടെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കിയോ, സ്റ്റാർ വെച്ചോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് പറയാൻ മറക്കല്ല കേട്ടോ. അവിടെ കരോളൊക്കെ വരാറുണ്ടോ? ചില സ്ഥലങ്ങളിൽ അങ്ങനെയൊന്നും വരാറില്ല. പക്ഷെ ഞങ്ങളുടെ അവിടെ കരോളിൻ്റെ തല്ലാണ്, എല്ലാവരും വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ വന്നവർ തന്നെ 2 പ്രാവശ്യമൊക്കെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെയാണ്.
ചേച്ചിയുടെ വീട്ടിൻ്റെ ആ ഭാഗത്തൊന്നും അത്രയ്ക്കൊന്നും വരാറില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ലൈറ്റ് ഓഫ് ചെയ്ത് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഫീലുള്ളത്. കണ്ടോ, ചെയ്തിട്ട് ഇങ്ങനെ ലൈറ്റിൽ കാണുമ്പോൾ അത്രയ്ക്ക് രസം തോന്നുന്നില്ല. പിന്നെ അങ്ങനെ കുറേ നേരം അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിന്ന് കണ്ടു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈം ക്രിസ്മസിൻ്റെ എൻ്റെ ഉണ്ണിയുടെ അനിയത്തിയുടെയും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറച്ചൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഇങ്ങനെ വ്യൂസ് കിട്ടിയൊരു വീഡിയോ കൂടി ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ അതും കൂടി ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതാ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കാണുമ്പോഴാണ് കേട്ടോ നല്ല രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ, ഉണ്ണിക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായി പോയി. കുഴപ്പമില്ല, അവൻ്റെ കുറച്ച് പാട്ട് കേൾക്കാം. ഉണ്ണി ജിങ്കിൾ ബെൽ. പിന്നെ ഞാൻ എല്ലാവർക്കും വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ച് കൊടുത്തു. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇത് ഉണ്ണിയുടെ ഫ്രണ്ടാണ് ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നിൽക്കണത്, മാധവ് പറയും അവൻ്റെ ഫ്രണ്ട്. പിന്നെ രാത്രിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത്രയും ക്ഷമിച്ച് കണ്ടു നിന്നവർക്ക് താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.